ആണ് ഞാൻ ഫേസ്ബുക്കിലൊന്ന് ഷെയർ ചെയ്തത്. ഇത് സംബന്ധിച്ച് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ആ ഫേസ്ബുക്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പാർട്ടി തീരുമാനത്തിന് അനുസരിച്ചിട്ടായിരിക്കും കുടുംബം തീരുമാനമെടുക്കുന്നതെന്ന് തന്നെയാണ്. PS-ന്റെ കുടുംബം പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ പാർട്ടി എന്താണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും കുടുംബത്തിന്റെ തീരുമാനം ഉണ്ടാകുക. അതുതന്നെയാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിനകത്തും പറഞ്ഞിരുന്നത്. അതിനകത്തൊരു ആംബിഗ്വിറ്റിയുടെ കാര്യമില്ല, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നിത് ഈ കമ്മ്യൂണിക്കേഷൻ കിട്ടിയതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരങ്ങളെല്ലാം തന്നെ കുടുംബത്തിന് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ആ ഒരു തീരുമാനം ആയില്ല. അദ്ദേഹത്തിന്റെ കുടുംബം പാർട്ടിയുടെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ആയിരിക്കും കുടുംബത്തിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിറ്റേന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് കുടുംബത്തിന് സന്തോഷം നൽകുന്ന കാര്യം അല്ലെങ്കിൽ കുടുംബത്തിനൊപ്പം പാർട്ടി നിൽക്കുമെന്നുള്ളതാണ് അന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. സന്തോഷമുള്ള കാര്യമാണത്. അപ്പോൾ കുടുംബം പാർട്ടിയുടെ ഒരു തീരുമാനം, ഇതുപോലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടിയുടെ ഒരു തീരുമാനം വേണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം. അതനുസരിച്ചിട്ട് പാർട്ടി തീരുമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള തീരുമാനിക്കും. അതിനെ കൂടെ തന്നെയായിരിക്കും കുടുംബത്തിന്റെയും തീരുമാനം. അല്ല, ഇന്നലാണ് ഇപ്പോൾ ഇത് വന്ന ഔദ്യോഗികമായുള്ള അറിയിപ്പ് നമുക്ക് ഇന്നാണ് ലഭിക്കുന്നത്. നേരത്തെ എല്ലാം പത്രമാധ്യമങ്ങളിലെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് അതനുസരിച്ചുള്ള അറിയിപ്പ് കിട്ടി. ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. തീർച്ചയായും പാർട്ടിയുടെ തീരുമാനത്തിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ തീരുമാനം. അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എന്തായാലും പാർട്ടി തീരുമാനത്തിനൊപ്പമായിരിക്കും കുടുംബത്തിന്റെ തീരുമാനം. ഇല്ല, ഇന്നാണ് ഇത് വന്നത്. അതുകൊണ്ടാണ് ഔദ്യോഗികം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്നാണ് കുടുംബത്തിന് ഇത് ലഭിക്കുന്നത്. ഇല്ല, അങ്ങനെ ഉണ്ടോ ഞാൻ അപ്പോഴേ പറഞ്ഞേനെ. ഇതാണ് പാർട്ടി തീരുമാനം, അതാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് അപ്പോഴേ പറഞ്ഞേനെ. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം വരാത്തത് കൊണ്ട്, കാരണം ഇതൊക്കെ ഇത് എപ്പോഴാ കൊടുക്കുന്നതെന്നൊന്നും അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് സാവധാനം തീരുമാനിച്ചാൽ മതി എന്നുള്ള ഒരു പേസിലാണ് പോകുന്നത്. പെട്ടെന്ന് എങ്ങനെയാണ് ഇത് ഇതായതെന്നുള്ള അറിയില്ല. ഇല്ല, ഇത് തീർച്ചയായും പാർട്ടി തീരുമാനമല്ലേ ഉള്ളൂ. അരുൺകുമാറിന്റെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി അർജുൻ രാജ് നമ്മളോടൊപ്പമുണ്ട്. ഇപ്പോൾ അർജുൻ, CPIM-നെ സംബന്ധിച്ച് നമുക്കറിയാം, പല ഘട്ടത്തിലും പലരും പല അവാർഡുകളും സ്വീകരിക്കുമ്പോൾ പാർട്ടിയുടെ ഒരു നിലപാട് കൃത്യമായി പറയാറുണ്ട്. ഇവിടെ അരുൺകുമാറിന്റെ നിലപാട് വ്യക്തമാണ്. എന്തൊക്കെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നുള്ള സൂചന? ആനന്ദ്, ഇക്കാര്യത്തിൽ അരുൺകുമാർ എന്ത് നിലപാടെടുക്കുന്നു, അല്ലെങ്കിൽ VS-ന്റെ കുടുംബം എന്ത് നിലപാട് സ്വീകരിക്കും, അതിനൊപ്പം നിൽക്കും എന്നുള്ളതായിരുന്നു CPIM-ന്റെ നിലപാട്. അരുൺകുമാർ ഈ കേന്ദ്രത്തിന്റെ കത്ത് വന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. സന്തോഷമാണ് ഇങ്ങനൊരു പുരസ്കാരം ഔദ്യോഗികമായി VS-ന് കിട്ടുന്നത് എന്ന് പറയുമ്പോൾ കൂടിയും ഇക്കാര്യത്തിൽ CPIM-ന് വ്യക്തമായിട്ടുള്ള നിലപാട് ഉണ്ട്. ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതിൽ ഉള്ള ആ നിലപാട് എന്താണ്, അതിനെ മുറുകെ പിടിക്കുന്ന സമീപനമാണ് VS എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടുകൾക്ക് ഒപ്പമെന്നാണ് VS-ന്റെ കുടുംബം പറയുന്നത്. അതായത് CPM തീരുമാനിക്കുകയാണ് VS-ന് പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ആ നിലപാടിനൊപ്പമായിരിക്കും VS-ന്റെ കുടുംബം നിൽക്കുക. അതല്ല മറിച്ച് VS-ന് കിട്ടിയിട്ടുള്ള ആദരസൂചകമായിട്ടുള്ള ഈ പുരസ്കാരം സ്വീകരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊപ്പം നിൽക്കും എന്നുള്ളതാണ് VS-ന്റെ കുടുംബത്തിന്റെ നിലപാട്. ഇതിന്റെ മുൻ അനുഭവങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ളൊരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മുൻപ് CPM-ന്റെ നേതാക്കളൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെടുത്ത നിലപാടാണ് ഈ പുരസ്കാരം സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളത്. ആദ്യം EMS-നാണ് പത്മ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് ജ്യോതി ബസുവിനും ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്കും പത്മ പുരസ്കാരം ലഭിക്കുന്നു. അതിനുശേഷം ജ്യോതി ബസുവും ഈ 4 പേര്, ഹർകിഷൻ സിംഗ് സുർജിത്ത്, ജ്യോതി ബസു, EMS ഉൾപ്പെടെ ബുദ്ധദേവ് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ള 4
CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും പത്മ ഭാരത് രത്ന പുരസ്കാരങ്ങൾ സ്വീകരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത് വ്യക്തിപരമായി അവരെടുത്ത തീരുമാനമാണ്. അവർ ജീവിച്ചിരുന്ന കാലത്ത് അവരെടുത്ത തീരുമാനമാണ്. VS-ന് മരണാനന്തര പുരസ്കാരമാണ് ലഭിച്ചത് എന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ കുടുംബം എന്താണ് തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നുള്ള നിലപാട് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ VS-ന്റെ മകൻ ഇങ്ങനൊരു നിലപാടെടുക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി ഇക്കാര്യം എന്തായാലും ആലോചിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബവുമായി സംസാരിക്കാനുള്ള ഒരു ആലോചനയുണ്ട്. അങ്ങനെ ഒരു ചർച്ച നടന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് CPIM-ഉം VS-ന്റെ മകനും എത്തുക. വ്യക്തമാണ് അർജുൻ, പ്രസക്തമാണ് അർജുന്റെ ആ റിപ്പോർട്ടിംഗ്. ഇതിൽ CPIM എടുക്കുന്ന നിർണായകമായ തീരുമാനം, പ്രത്യേകിച്ചും VS-ന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന് പത്മവിഭൂഷൺ തേടിയെത്തുന്നത്. കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിക്കുമെങ്കിൽ പാർട്ടി ഏത് നിലപാടെടുക്കും എന്നതാണ് കാത്തിരുന്നു കാണേണ്ടത്.